നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചിക്കൻ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ചിക്കൻ റെസിപ്പി പഴയത് കാലവും പുതിയ കാലവും മിക്സ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സവാള റെഡിയാക്കിയിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി, തേങ്ങാക്കൊത്ത്, തക്കാളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ വറക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അരയ്ക്കാനല്ല, ഞാൻ ചതയ്ക്കാണ് ചെയ്യുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു 4 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ, ഗരം മസാല ഒരു 3/4 ടീസ്പൂണ്, പെരുംജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ്, കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് ഞാനിത് ഒന്ന് ജസ്റ്റ് മിക്സിയിൽ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പൊടികളുടെ കാര്യം കൂടി ഞാനൊരു പ്രത്യേകം പറഞ്ഞേക്കാം. എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ദേവി, നന്നായി അയാൾക്ക് ബിസിനസ് ഉണ്ട്. അയാളുടെ അടുത്തു നിന്നാണ് ഞാൻ പൊടികളെല്ലാം വാങ്ങിക്കുന്നത്. അയാൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടാണ് പൊടികളെല്ലാം നമുക്ക് തരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവരാണെങ്കിൽ അയാളുടെ ചാനൽ കൂടി ഞാൻ വേണമെങ്കിൽ ഇവിടെ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ അയാളുടെ ചാനൽ പോയി നോക്കിയിട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേണമെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മിക്സിയിൽ ഞാൻ ഇട്ടു. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ കറിവേപ്പിലയും കൂടി ഞാൻ ഇടുന്നുണ്ട്. അതും കൂടി എടുത്തിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിനുശേഷം നമുക്ക് വറക്കാനായിട്ട് റെഡിയാക്കാം കേട്ടോ. ഞാൻ വറക്കുമ്പോൾ കുറച്ച് 2 ഏലക്ക, ഒരു കഷ്ണം പട്ട, കുറച്ച് 2 ഗ്രാമ്പു, ഇത്രയും ഇട്ടിട്ട് ആദ്യം എണ്ണയിൽ എണ്ണ ചൂടായതിന് ശേഷം അത് വറുത്തതിന് ശേഷം ഉള്ളി, കൂടെ തന്നെ തേങ്ങാക്കൊത്തും പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് നല്ലോണം വറക്കണം കേട്ടോ. തേങ്ങാക്കൊത്ത് നല്ലോണം ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു പഴയ രുചിയും കൂടി അതിൻ്റെ ഒപ്പം വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും തേങ്ങാക്കൊത്ത് ഇടാറുണ്ട് കേട്ടോ. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റുക. ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമ്മൾ അരച്ച അരപ്പ് ഇതിൻ്റെ കൂടെ ചേർക്കും. വെള്ളം ഒട്ടും ചേർക്കാതെയാണ് ഞാൻ ചതച്ചെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് മിക്സി ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയതിന് ശേഷം നല്ലോണം പച്ചമണമൊക്കെ മാറുന്ന വരെ നല്ലോണം വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഒരുവിധം നല്ലോണം വഴണ്ട എണ്ണ കുറച്ചിങ്ങനെ തെളിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇടാം കേട്ടോ. തക്കാളി ആവശ്യത്തിന് വെള്ളവും, തക്കാളിയുടെ കൂടെ ആവശ്യത്തിന് വേണമെങ്കിൽ വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം വഴണ്ടതിന് ശേഷം അവസാനം നമുക്ക് ചിക്കൻ ചേർക്കാം. ഞാൻ ഈ പഴയ രുചി എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളിയൊക്കെ ഇപ്പോൾ പലരും യൂസ് ചെയ്യാറില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ പഴയ രുചിയും പുതിയ രുചിയും കൂടി എന്ന് പറഞ്ഞത്. ഇനി പഴയ രുചിയിൽ എന്താ ഉദ്ദേശിച്ചതെന്ന് വിചാരിക്കണ്ട. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് അവസാനം നമുക്ക് ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ഇളക്കാം. ഒരു 35-40 മിനിറ്റോളം ഞാൻ കുറച്ച് ഗ്രേവിയിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം, പിന്നെ കുറച്ച് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ചിട്ട് ഒരു 35 മിനിറ്റോളം വേവിച്ച് വയ്ക്കാം. ഇപ്പോൾ ഒരു 40 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അവസാനം കറിവേപ്പിലയും കൂടി തൂവി ഇനി നമുക്ക് ആവശ്യമുള്ളപ്പോൾ ചൂടോടെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.